ഞാനില്ല. ഇല്ല. ഒരുപാട് ഫ്ലവേഴ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ പോകുന്നത് ശരിയാണ്. അവർ വിളിക്കട്ടെ, ഉടനെ തന്നെ വിളിക്കട്ടെ. അവർ ടോപ്പ് സിംഗർ ജഡ്ജിംഗ് പാനലിലേക്ക് MG ശ്രീകുമാറിനെ തിരിച്ചെത്തിക്കണമെന്ന് ഇപ്പോഴും ഒരു കൂട്ടം ആരാധകർ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഒരുപാട് നാളത്തെ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് ചാനലിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു തീരുമാനമുണ്ടായിരുന്നത്. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായും എന്നാൽ ചാനൽ റേറ്റിംഗിൽ MG ശ്രീകുമാർ ഉള്ളതുകൊണ്ട് വളരെയധികം മുന്നേറ്റമുണ്ടായിരുന്നിട്ട് കൂടിയും MG ശ്രീകുമാറിനെ ഒഴിവാക്കിയതിന് പിന്നിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഷോയിലെത്തുന്ന കുട്ടികളോട് വ്യത്യസ്തമായ തരത്തിലാണ് MG ശ്രീകുമാർ ഇടപെട്ടതെന്നും ഓരോ കുട്ടികളോടും പാർഷ്യാലിറ്റി കാണിച്ചത് എന്ന തരത്തിലൊക്കെയാണ് വാർത്തകൾ പരക്കുന്നത്. സീസൺ 5-ലെ വിജയിയെ പ്രഖ്യാപിച്ചതുപോലും അത്തരമൊരു പാർഷ്യാലിറ്റി കാരണമാണെന്ന് പറയുന്നവരുമുണ്ട്. മികച്ച കുറച്ച് കുരുന്നുകളെ സംഗീത ലോകത്തിലേക്ക് പ്രശസ്തരാക്കുന്ന പ്രശസ്തമായ പരിപാടിയായിരുന്നു ടോപ്പ് സിംഗർ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഷോയുടെ 5ാം സീസൺ അവസാനിച്ചിരുന്നത്. പിന്നാലെ 6ാം സീസണ് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. MG ശ്രീകുമാറും മധു ബാലകൃഷ്ണനും റിമി ടോമിയും ബിന്നിയുമെല്ലാം ഉണ്ടായിരുന്ന ഷോയുടെ ഹൈലൈറ്റും ഇവർ തന്നെയായിരുന്നു. എന്നാൽ 6ാം സീസണിൻ്റെ തുടക്കത്തിൽ MG ശ്രീകുമാറിനെ ചാനലുകാർ ഒഴിവാക്കുകയായിരുന്നു. നിരവധി പേരായിരുന്നു MG ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചാനലിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടെത്തുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു ചാനലുകാർ MG ശ്രീകുമാറിനോട് MG സാറെ ടോപ്പ് സിംഗറിലേക്ക് തിരികെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ MG ശ്രീകുമാറിൻ്റെ ഹൃദയം വിങ്ങിയുള്ള മറുപടിയും എത്തിയത്. അവർ എന്നെ പുറത്താക്കിയില്ലേ, ഇനി ഞാൻ പോകുന്നത് ശരിയാണോ? അവർ വിളിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും പോകും എന്നായിരുന്നു MGയുടെ മറുപടി. ഇപ്പോൾ M ജയചന്ദ്രനും ആര്യ ദയാലും മധു ബാലകൃഷ്ണനുമാണ് ജഡ്ജിംഗ് പാനലിലിരിക്കുന്നത്. 5ാം സീസണിൻ്റെ അവസാനത്തിലെ ഫിനാലയിലായിരുന്നു MG ശ്രീകുമാറിനെ അവസാനമായി കണ്ടത്. അന്ന് മുംബൈ സ്വദേശിയായിരുന്നു വിന്നറായി പ്രഖ്യാപിച്ചിരുന്നത്. അന്ന് വിന്നിംഗ് ബാൻഡ് അണിയിച്ചതെല്ലാം MG ശ്രീകുമാറുമായിരുന്നു.